ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാവുന്നു SITയുടെ ഭാഗത്ത് നിന്ന്. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്ന വിമർശനങ്ങൾക്കിടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. 2019 മന്ത്രിയായിരുന്നപ്പോഴുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചതെന്നും എല്ലാത്തിനും മറുപടി നൽകിയെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ഞാൻ സമാധാനമായിട്ട് ചോദിക്കുമെന്ന് പറയുന്നത് തന്നെ നിങ്ങൾ അതായിരിക്കും എടുത്ത് കൊടുക്കാൻ പോകുന്നത്. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, വിവാദകാലത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ പ്രാഥമികമായുള്ള വിവരശേഖരണത്തിന് വേണ്ടിയാണോ കടകംപള്ളി സുരേന്ദ്രനെ വിളിപ്പിച്ചത്? അതോ ഈ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ വ്യവസായിയുടെ അടക്കം മൊഴി അവിടെയുണ്ട്, നിലവിൽ അറസ്റ്റിലായിട്ടുള്ള കസ്റ്റഡിയിലുള്ള പ്രതികളുടെയൊക്കെ മൊഴിയുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഗൗരവ സ്വഭാവത്തിലുള്ള അല്പം കൂടി അന്വേഷണത്തിന്റെ മെറിറ്റിലേക്ക് കടന്നുള്ള ചോദ്യം ചെയ്യലിലേക്കാണോ ഇപ്പോൾ SIT കടന്നിരിക്കുന്നത്? നേരത്തെ ഈ SITയുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന ചൂണ്ടിക്കാട്ടിൽ ദേവസ്വം ബെഞ്ച് അല്ലെങ്കിലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ച് ചൂണ്ടിക്കാട്ടിയതാണ്. SITയുടെ നീക്കങ്ങളെ കടകംപള്ളി സുരേന്ദ്രൻ കൂടി ചോദ്യമുനയിലേക്ക് എത്തിയ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണണം സലീം മാലിക്? റീജിത്ത, ഈ അന്വേഷണം തുടങ്ങിയത് മുതൽ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ചുറ്റിപ്പറ്റിയും വാർത്തകളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും എന്നൊരു വാർത്ത അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരിക്കുന്നത്. നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരശേഖരണമാണ് നടത്തിയിരിക്കുന്നത്. പരമാവധി വിവരങ്ങൾ ഈ അന്വേഷണ സംഘം പലരിൽ നിന്നും തേടിയതിനു ശേഷമാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്കും PS പ്രശാന്തിലേക്കും എത്തിയത്. നേരത്തെ ഈ മറ്റു പലരെയും ചോദ്യം ചെയ്യുമ്പോഴും ഇവരെ ചോദ്യം ചെയ്യാതെ മാറ്റി നിന്നത് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഈ ഘട്ടത്തിലും ഈ 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ശനിയാഴ്ച ഇവിടെ നടന്നത് എന്നുള്ളതാണ് അറിയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അക്കാലത്തെ മന്ത്രി എന്ന നിലയിൽ തന്നിൽ നിന്ന് ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട CPIM-ന്റെ നേതാക്കൾ ഉൾപ്പെടെ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയവെയാണ് ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഗൗരവ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഉറപ്പായും അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും ശേഖരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണം, ഈ മോഷ്ടിക്കപ്പെട്ട സ്വർണവും മറ്റും എവിടെ പോയി എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അതിനുശേഷം വീണ്ടും ഒരുപക്ഷെ ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വീണ്ടും കടകംപള്ളിയെയും ഒപ്പം തന്നെ PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യുമോ എന്ന ചോദ്യത്തിന് ചോദ്യം ചെയ്യില്ല എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ച് പറയുന്നില്ല. അതുകൊണ്ട് ഈ താൽക്കാലികമായി ആദ്യഘട്ടത്തിലെ ഒരു ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് ഇനിയും അതിൽ കൂടുതൽ ഗൗരവത്തിലുള്ള അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഇപ്പോഴും ഈ ക്രൈംബ്രാഞ്ച് ഓഫീസ് കേന്ദ്രീകരിച്ച് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്നത് ഡി മണി എന്ന ഈ പ്രവാസി വ്യവസായി നൽകിയ മൊഴിയിലെ ഡി മണി എന്നറിയപ്പെടുന്ന വ്യവസായി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡി മണിയെയും ഒപ്പം ബാലമുരുകനെയും ഒപ്പം ശ്രീകൃഷ്ണനെയുമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത്. അതിൽ തന്നെ ബാലമുരുകന്റെയും ഡി മണിയുടെയും ചോദ്യം ചെയ്യൽ 5 മണിക്കൂറിലധികം പിന്നിട്ടിട്ടുണ്ട്. അവർ രാവിലെ മുതൽ 10:15 മുതൽ തന്നെ ഇവിടെ എത്തിയതാണ്. അതിന് പിന്നാലെ ഇത്രയും മണിക്കൂറുകളായിട്ടും 4 അഭിഭാഷകരുമായാണ് ഡി മണി വന്നത്. ഡി മണി ഈ നിലവിലെ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് അതിൽ രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തിയ ഒരു വ്യവസായി ഉണ്ട്. ആ വ്യവസായി പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ ഈ ശബരിമല സ്വർണ്ണമോഷണം അത് പുരാവസ്തു കടത്തുമായി ബന്ധപ്പെട്ടുള്ള വലിയ സംഘങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിച്ചതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് വിശ്വസിക്കുന്നയാളാണ് ഡി മണി. 4 അഭിഭാഷകരുമായാണ് ഇവിടെ എത്തിയത്. 5 മണിക്കൂറിലധികം കടന്നു. ഇപ്പോൾ 6-ാം മണിക്കൂറിലേക്ക് ചോദ്യം ചെയ്യൽ കടക്കുമ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അതിനിടയിലാണ് അവരുടെ സഹായിയായ ശ്രീകൃഷ്ണനും ഉച്ചയോടുകൂടി എത്തിയത്. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം ഈ പരമാവധി ചോദ്യം ചെയ്യലിന് ശേഷം ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും പരിശോധിച്ച് വരികയാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്ന 3 പേരിൽ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുമോ, അതല്ല 3 പേരെയും അറസ്റ്റ് ചെയ്യുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വേണം മനസ്സിലാക്കാൻ. ക്രൈംബ്രാഞ്ച് മേധാവി SP വെങ്കടേഷ് തന്നെ നേരിട്ടെത്തിയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ SIT തമിഴ്നാട്ടിലെത്തി ഇവരെ ചോദ്യം ചെയ്യുകയും വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ചോദ്യാവലി തയ്യാറാക്കി ഓഫീസിലെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി കൃത്യമായ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാണ് നിലവിൽ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. പ്രധാനമായ ചില തെളിവുകൾ, ഈ സിം കാർഡുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില തെളിവുകളാണ് അന്വേഷണ സംഘത്തിൻ്റെ
മുൻപിലുള്ളത്. മുൻപ് ഈ ശ്രീകൃഷ്ണൻ്റേതുൾപ്പെടെയുള്ള സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നത് 2019 കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഡി മണിയാണ് എന്നുള്ളത് ചില സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതാണ് അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചറിയുന്നത്. ഡി മണിയുടെ പേരിലടക്കം SITക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അദ്ദേഹം ഡി മണി എന്നത് താനല്ല എന്നുള്ളതാണ് ഈ വ്യവസായി പറയുന്നത്. സുബ്രഹ്മണി എന്നാണ് തൻ്റെ പേര് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഡി മണി എന്താണ്, ഡി മണി എന്ന പേരെങ്ങനെ വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഇപ്പോഴും പരിശോധിച്ച് വരികയാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിനുശേഷം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള നിലവിലെ ഈ കേസിലെ ഏറ്റവും പ്രധാനി എന്നറിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെ വീണ്ടും ഇവരിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങളൊക്കെ ഇതിനോടകം പുറത്തു വരികയും പ്രതിപക്ഷം അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കാട്ടുകയും ഇതിനോടകം തന്നെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നൊരു കാര്യം അല്ലെങ്കിൽ ആ ചിത്രം നിഷേധിക്കാനോ ഒന്നും കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറാകാത്ത സാഹചര്യം കൂടിയുണ്ട്. ഇതിൻ്റെ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അവസാന പോയിന്റിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഉന്നതരിലേക്ക് കൂടി അതിൻ്റെ അന്വേഷണം നീളുന്നു എന്നതാണല്ലോ ഏറ്റവും ശ്രദ്ധേയം. സലീം, റിജിത്ത്, തീർച്ചയായും ഉന്നതരിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളത് മാത്രമല്ല, ഇനി ഈ അന്വേഷണം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന സമയപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തിന് 3 ആഴ്ച മാത്രമാണ് ഈ അന്വേഷണം ബാക്കിയുള്ളത്. അതിനിടയിൽ ഈ അന്വേഷണ സംഘം നിലവിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ തൊണ്ടി മുതലുകൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണവും സ്വർണ്ണപ്പാളിയും ഉൾപ്പെടെ എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല. അന്വേഷണ സംഘം അതിന് സമാനമായ ചില ലോഹങ്ങൾ, അതിന് സമാനമായ അത്രയും തൂക്കമുള്ള സ്വർണം കുറച്ച് വീണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ശബരിമലയിൽ നിന്നും കാണാതായ സ്വർണം അല്ല. അതുകൊണ്ട് തന്നെ ഈ തൊണ്ടി മുതൽ എവിടെ എന്നതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടും എന്ന ബോധ്യവും അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ അത് ഈ രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ കൂടി ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. കാരണം കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള ഒരു പ്രധാനിയെ, മുൻ ദേവസ്വം മന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണ സംഘം രണ്ടും കൽപ്പിച്ചാണ് എന്നൊരു ധ്വനി കൂടി ഉണ്ടാക്കാൻ കഴിയും. ഒപ്പം ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ നഷ്ടപ്പെട്ട സ്വർണം അതിൻ്റെ തൊണ്ടി മുതലടക്കം തിരിച്ചെടുക്കാൻ കഴിയുമോ, അതല്ലെങ്കിൽ അത് എവിടെ എന്നെങ്കിലും അറിയാൻ കഴിയുമോ എന്നൊരു പരിശോധനയിലാണ് നിലവിലുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ദേവസ്വത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട ആൾ എന്ന നിലയിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രനോട് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം എന്തായാലും അറിയാം. SIT ഓഫീസിന് പുറത്തു വെച്ചായിരുന്നു SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത്. 2 മണിക്കൂറായിരുന്നു ചോദ്യം ചെയ്യൽ നീണ്ടത്. കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിനിടയിൽ ഈ അറസ്റ്റിലായ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ N വിജയകുമാർ നൽകിയ മൊഴി വലിയ തിരിച്ചടിയുമാണ്. താൻ നിരപരാധിയാണെന്നും എല്ലാം സഖാവ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നും വിജയകുമാർ SITയോട് പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണപ്പാളി മാറ്റുന്ന കാര്യമടക്കം ബോർഡിൽ അവതരിപ്പിച്ചത് പത്മകുമാറാണെന്നും പ്രധാന തീരുമാനങ്ങളെല്ലാം പ്രസിഡന്റ് പറയുന്നതായിരുന്നു രീതിയെന്നും അതുകൊണ്ട് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ടു എന്നുമൊക്കെ വിജയകുമാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നി എന്നുള്ള ഗുരുതരമായ മൊഴി പത്മകുമാറിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരെ ആ മൊഴി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് ഇത് ചെയ്യിച്ചതാര് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട്. അതുകൊണ്ടാണ് വളരെ തിടുക്കപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്കും PS പ്രശാന്തിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.